റോഡൻസിൻ്റെ ബ്രീഡിങ് സെറ്റപ്പാണ്. നമ്മളിങ്ങനത്തെ ചെറിയ കേജസ് ആക്കി തിരിച്ചേക്കുകയാണ്. ഇതിപ്പോൾ വൈറ്റ് റാറ്റിൻ്റെ ബ്രീഡിങ് ഫീമെയിൽസിനാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അത് ഏകദേശം 6 കള്ളിയുള്ള 8 കൂടുകൾ നമുക്കുണ്ട്. ബോട്ടിൽ ടിങ്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ അതിനെ വാതിലും വെച്ചിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ബ്രീഡിങ്ങിന് ഫീമെയിലായിട്ട് കീപ്പ് ചെയ്തിട്ട് പിന്നെ സെപ്പറേറ്റ് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ നമുക്ക് കൂടുതൽ കുട്ടികളുടെ എണ്ണം കിട്ടാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഫീമെയിൽസാണ്. നമുക്ക് ഏകദേശം വൈറ്റ് റാറ്റിൽ വരാൻ നേരത്ത് 12 ഫീമെയിലും 6ഓളം മെയിലും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സിറിയൻ ഹാമസ്റ്ററും സെയിം സെറ്റപ്പാണ്. ഹാമസ്റ്റേഴ്സിനെ ഫീമെയിൽസ് മെയിൽ സെപ്പറേറ്റ് ചെയ്ത് അയാൾ ഇൻഡിവിജ്വലായിട്ട് സെപ്പറേറ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ അഡൾട്ട് ബ്രീഡിങ് കേജ് സെറ്റാണ്. അതേപോലെ തന്നെ നമ്മൾ മൈസിൻ്റെയും വെച്ചിട്ടുണ്ട്. മൈസ് കോളനി ആയിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് അഡൾട്ട്, ഇത് ബേബീസ്. ഇങ്ങനത്തെ ട്രെയിൽ കോളനി ആയിട്ട് പോകാം. മൈസ് അതേപോലെ തന്നെ ഡാർക്ക് ഫാമസ്റ്റർ എല്ലാം കോളനി ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാം. ഇത് നമ്മുടെ ഹെഡ് ജോഗിൻ്റെ ആണ്. ഹെഡ് ജോഗിന് ചെറിയൊരു കേവ് പോലെ അറേഞ്ച് ചെയ്യണത് എപ്പോഴും നല്ലതാണ്. ഹെഡ് ജോഗിൻ്റെ ഒരു ബ്രീഡിങ് സെറ്റാണ്. കുറച്ച് സ്പേസ് കീപ്പ് ചെയ്യണത് നല്ലതാണ്. അതേപോലെ തന്നെ ഹാമസ്റ്റേഴ്സിൻ്റെ ആണ്. ഇത് നമ്മളൊരു ബാച്ച് ബ്രീഡിങ് കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടിരിക്കുന്നതാണ്. ഇത് ഏകദേശം ഒരു 12-15ഓളം ഹാമസ്റ്റേഴ്സ് ഇപ്പം കൊടുക്കാനായിട്ട് അവൈലബിൾ ആണ്. ഇത് ഫീമെയിൽ, ഇത് മെയിൽ. അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ചിലർ സിംഗിളായിട്ട് ഓർഡർ എടുക്കും, ഷോപ്പുകാർ ഓർഡർ എടുക്കാറുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് മഡഗാസ്കർ റോച്ചസിൻ്റെ ഒരു കേജ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കുഞ്ഞുങ്ങൾ ഇറങ്ങിയ സമയമായപ്പോഴേക്കും പല്ലിയൊക്കെ അതിനകത്ത് കയറുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കയറാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തുണി വെച്ച് ടൈറ്റ് ചെയ്തത്. വെള്ളം നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രേ കീപ്പ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഇറങ്ങിയിരുന്നു. ഒരുവിധം സൈസായി നോക്കാം. ഇതിപ്പോൾ അഡൾട്ടാണ്. മഡഗാസ്കർ ഹിസ്സിങ് റോച്ചസ് ആണ്. ഈ ഒരു സൈസ് വെക്കും. ഒരു ഹിസ്സിങ് സൗണ്ട് ഉണ്ട് അവരെ പിടിക്കാൻ നേരത്ത്. ഇവരുടെ ഈ മേളിലത്തെ ഷെല്ല് പൊഴിക്കാറുണ്ട്. അപ്പം ആ ഷെല്ല് പൊഴിക്കുന്ന സമയമാകുമ്പോഴാണ് ഒരു വൈറ്റ് കളർ ഇതേപോലെ കയറി തന്നെ. നമ്മൾ വെള്ളം എപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളെ കണ്ടോ, ചെറിയ പൊടികൾ ഓടുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ കുഞ്ഞ് ബ്രീഡായി ഒരു സൈസായി വരുന്നു. കാണാൻ പറ്റുമോന്നും അറിയില്ല. കയ്യിലെടുത്താലും കാണില്ല. താഴെ വരുള്ളൂ അവർ. കുഞ്ഞുങ്ങളാണത്. ഇവരിനി വലുതായി വരണം. പിന്നെയുള്ളത് നമ്മുടെ ഗ്ലൈഡേഴ്സിൻ്റെ ബ്രീഡിങ് ഏജസാണ്. ഓരോ പെയർ തിരിച്ചാണ് നമ്മൾ ഗ്ലൈഡറിനെ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ഗ്രേ ഒരു പെയറുണ്ട്. അതേപോലെ തന്നെ വൈറ്റ് ലൂസി ഒരു പെയർ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെയും ഗ്ലൈഡറിൻ്റെ ബ്രീഡിങ് കേജസ് ആണ്. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓരോ പെയർ വീതം നമ്മൾ ഗ്ലൈഡറിൻ്റെ ബ്രീഡിങ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്ലാസ് ടാങ്ക്സ് സെയിലിനുള്ള ഗ്ലാസ് ടാങ്കാണ്. ഇത് 2 ഫീമെയിൽ ഡാർക്ക് ഹാമസ്റ്ററാണ്. പിന്നെ നമുക്ക് സെയിലിനുള്ള ബേബീസാണ് ഹാമസ്റ്റേഴ്സിൻ്റെ. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് സ്കോർപ്പിയോൻ്റെ ഒരു സ്ലിങ് ഉണ്ടായിരുന്നു. ഒരു പെയർ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് കുഞ്ഞുങ്ങളുണ്ടായിരുന്നപ്പോൾ ഒരു പെയറിനെ നമ്മൾ കീപ്പ് ചെയ്തിരുന്നു. ഇവർക്കും ഹ്യൂമിഡിറ്റി ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ നനച്ചു കൊടുക്കണം. ഇതൊരു പെയർ നമുക്കുണ്ട്. ഇതിപ്പോൾ അഡൾട്ടായി. സെമി അഡൾട്ട് തീരെപ്പൊടിയായിരുന്നു. ഒരു വലുതായി. ഇതൊരു പെയർ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്.